താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 1. സംസ്ഥാനങ്ങൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. 2. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 3. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങളായിരിക്കും. ഇതിൽ ശരി ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. അതിലേക്ക് വരാം. പ്രസിഡന്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞറിഞ്ഞ് പഠിക്കാനുണ്ട്. അതിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് വരുന്ന കാര്യങ്ങളാണിത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, നിയമനിർമ്മാണ അധികാരങ്ങളുണ്ട്, സാമ്പത്തിക അധികാരങ്ങളുണ്ട്, ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്, മിലിറ്ററി അധികാരങ്ങളുണ്ട്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളുണ്ട്, നയതന്ത്ര അധികാരങ്ങളുണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സിക്യൂട്ടീവ് പവേഴ്സ് അഥവാ നിർവഹണ അധികാരങ്ങൾ. അതിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും രാഷ്ട്രപതിയുടെ നാമധേയത്തിലാണ് നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അത് പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പെടുന്നതാണ്. അങ്ങനെ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇത് പ്രസിഡൻറ്റിൻ്റെ ഏതൊരു അധികാരത്തിൽ പെടുന്നതാണ്. ഇനി അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശമ്പളം നിശ്ചയിക്കുന്നതും രാഷ്ട്രപതിയാണ്. അതും എക്സിക്യൂട്ടീവ് പവറുകളിലൊന്നാണ്. C&AG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ, UPSC ചെയർമാൻ, സംസ്ഥാന ഗവർണർമാർ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്നത് പ്രസിഡൻ്റാണ്. അത് നമുക്കറിയാം. അത് പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവറുകളിൽ പെടുന്നതാണ് നിർവഹണാധികാരം. ഇനി യൂണിയൻ്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഏത് വിവരവും പ്രധാനമന്ത്രിയിൽ നിന്ന് നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും രാഷ്ട്രപതിക്ക് തേടാം. എന്താണ് യൂണിയൻ്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഏത് വിവരവും പ്രധാനമന്ത്രിയിൽ നിന്ന് നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും രാഷ്ട്രപതിക്ക് തേടാം. അത് പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരമാണ്. ഒരു മന്ത്രി തീരുമാനിച്ചത് എന്നാൽ മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ലാത്തതുമായ ഏതൊരു വിഷയവും മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് സമർപ്പിക്കുവാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാം. ഇതാണ് ഒരു മന്ത്രി തീരുമാനിച്ചത് എന്നാൽ മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ലാത്തതുമായ ഏതൊരു വിഷയവും മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് സമർപ്പിക്കാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷനെ നിയോഗിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നോക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങളുടെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷനെ നിയോഗിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇത് എക്സിക്യൂട്ടീവ് പവറാണ്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് മെച്ചപ്പെടുത്തുവാനായി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നതിന് പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റ്സിനെ, ലെഫ്റ്റനൻറ്റ് ഗവർണർമാരാണല്ലോ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവരെ നിയമിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പെടുന്നതാണ്. ഇനി ഏത് പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയ ആയി പ്രഖ്യാപിക്കുന്നതിന് പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ഏത് പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയ ആയി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സായിട്ട് പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തേ. ഞാൻ ഒന്ന് പറയാം ഒന്നും കൂടെ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും രാഷ്ട്രപതിയുടെ നാമധേയത്തിലാണ് നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശമ്പളം നിശ്ചയിക്കുന്നതും രാഷ്ട്രപതിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് കമ്മീഷണർമാർ, UPSC ചെയർമാൻ, സ്റ്റേറ്റ് ഗവർണേഴ്സ്, ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നിയമനം നടത്തുന്ന പ്രസിഡൻ്റാണ്. ഇനി യൂണിയൻ്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട ഏത് വിവരവും പ്രധാനമന്ത്രിയിൽ നിന്ന് നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും രാഷ്ട്രപതിക്ക് തേടാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനായി ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കാൻ പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നിയമിക്കാനുള്ള അധികാരം, ഏത് പ്രദേശങ്ങളെയും ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കാനുള്ള അധികാരം. ഇതാണ് പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവേഴ്സുകളിൽ പെടുന്നത്.
ഇനി UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് പാർലമെൻറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. അത് തെറ്റല്ലേ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡൻറ്റിനാണ് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും രാഷ്ട്രപതി സമർപ്പിക്കും. UPSCയുടെ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും മന്ത്രിസഭ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം ഈ വാർഷിക റിപ്പോർട്ടിലുണ്ടാകും. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റു 3 അംഗങ്ങൾ. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതാരാ? ഇന്ത്യൻ പ്രസിഡൻറ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും അംഗങ്ങളുടെയും സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. നിലവിലെ കാലാവധി 3 വർഷം. കേന്ദ്രത്തിലെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടുന്നത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. കേന്ദ്രത്തിലെ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടുന്നത്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങളാണ് ഉൾപ്പെടുന്നത്. അതിലെല്ലാം ഒന്നും പഠിക്കേണ്ട, പ്രധാനപ്പെട്ട മാത്രം പഠിക്കാം. വിദ്യാഭ്യാസം, വനം, ഭാരവും അളവുകളും, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം. കൺകറൻറ്റ് ലിസ്റ്റ് വരുന്ന വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, ഭാരവും അളവുകളും, വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം. സുപ്രീം കോടതി, ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായവും അതിൻ്റെ ഘടനയും അത് കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതി ഒഴികെയുള്ളത്. വൈദ്യുതി, പ്രൈസ് കൺട്രോൾ, വില നിയന്ത്രണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, ക്രിമിനൽ നിയമങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, അതാണ് നമ്മുടെ ചോദ്യം. ട്രേഡ് യൂണിയനുകൾ, ഡ്രഗ്സ് ആൻഡ് പോയിസൺ, ഇതെല്ലാം കൺകറൻറ്റ് ലിസ്റ്റ് വരുന്നതാണ്. എന്തൊക്കെയാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതി ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായവും ഘടനയും, വൈദ്യുതി, വില നിയന്ത്രണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, ക്രിമിനൽ നിയമങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, ഡ്രഗ്സ് ആൻഡ് പോയിസൺ. ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, മതപരമായ സംഭാവനകൾ, പിന്നെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, ദേശീയ പ്രാധാന്യമില്ലാത്ത പുരാവസ്തു കേന്ദ്രങ്ങൾ, പിന്നെ തുറമുഖങ്ങൾ, അതും മൈനർ പോർട്ട്സാണ്. മേജർ പോർട്ട്സൊന്നും കൺകറൻറ്റ് ലിസ്റ്റിലല്ല. ഉൾനാടൻ ജലഗതാഗതം, ഇൻലാൻഡ് നാവിഗേഷൻ, ഫാക്ടറികൾ, ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, മതപരമായ സംഭാവനകൾ, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണവും, ദേശീയ പ്രാധാന്യമില്ലാത്ത പുരാവസ്തു കേന്ദ്രങ്ങൾ, തുറമുഖങ്ങൾ, മൈനർ പോർട്ട്സ്, ഉൾനാടൻ ജലഗതാഗതം, ഫാക്ടറികൾ, ട്രസ്റ്റുകൾ. മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ, അത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. പത്രം, പുസ്തകം, അച്ചടിശാല. ഈ വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ എന്നും പറഞ്ഞ് ഏത് ലിസ്റ്റിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് 2021 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺകറൻറ്റ് ലിസ്റ്റ്. ഇനി വിവാഹവും വിവാഹമോചനവും, മാരേജ് ആൻഡ് ഡിവോഴ്സ്, ബാങ്ക്രപ്റ്റ് ആൻഡ് ഇൻസോൾവൻസി. ട്രസ്റ്റുകൾ, മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ, പത്രം, പുസ്തകം, അച്ചടിശാല, വിവാഹവും വിവാഹമോചനവും, ബാങ്ക്രപ്റ്റ് ആൻഡ് ഇൻസോൾവൻസി. തടവുകാരെയും കുറ്റാരോപിതരെയും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക. അഡോപ്ഷൻ, ദത്തെടുക്കൽ. കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ കൈമാറ്റവും ആധാരങ്ങളുടെയും രേഖകളുടെയും രജിസ്ട്രേഷൻ, ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും മായം ചേർക്കൽ. തടവുകാരെയും കുറ്റാരോപിതരെയും ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. ദത്തെടുക്കുന്നത്, കൃഷിഭൂമി ഒഴികെയുള്ള വസ്തുവകകളുടെ കൈമാറ്റം, ആധാരങ്ങളുടെയും രേഖകളുടെയും രജിസ്ട്രേഷൻ, ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും മായം ചേർക്കൽ. വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും, ജനന മരണ രജിസ്ട്രേഷൻ, ഇതും കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. വ്യക്തികളുടെ ദുരിതാശ്വാസവും പുനരധിവാസവും, ജനന മരണ രജിസ്ട്രേഷൻ.
ഈ അവശിഷ്ട അധികാരങ്ങൾ റെസിജ്വറി പവേഴ്സ് എന്ന് പറയും. അത് എന്താണത്? ഭരണഘടനയുടെ ലിസ്റ്റിൽ അതായത് കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് അവശിഷ്ട അധികാരങ്ങൾ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 248. ഈ അവശിഷ്ടാധികാരത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ സൈബർ ലോസ് ആണ്, സൈബർ നിയമം. യൂണിയൻ ലെജിസ്ലേച്ചറാണ് ഈ സൈബർ ലോസ് സംബന്ധിച്ച വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള അധികാരം. ഇനി ഈ റെസിജ്വറി പവേഴ്സ് അഥവാ അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ്? കാനഡയിൽ നിന്ന്. ആർട്ടിക്കിൾ 248 പഠിച്ചു. അത് കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 3ഉം 4ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. നമുക്കതിലേക്ക് വരാം. മൗലിക കടമകൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. 10 എണ്ണമാണ് മൗലിക കടമകൾ അന്ന് കൂട്ടിച്ചേർത്തപ്പോൾ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 14A കൂടെ പഠിക്കണം. അത് ഈ 42nd അമെൻമെൻറ്റിൽ കൂടെയാണ്. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. അങ്ങനെ 14A എന്ന് പറയുന്നത് ട്രൈബ്യൂണലിനെ കുറിച്ച്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 323A ആണ്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമനങ്ങളുടെയും ജീവനക്കാരുടെയും സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. 323B എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണലാണ്. ഉദാഹരണത്തിന് നികുതി, ഭൂപരിഷ്കരണം അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A. അതും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്താണ്. 52ാം ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമമാണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് തെറ്റാണ്. ഇനി അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ 52ാം ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം 1985 ആണ്. 52ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുമ്പോഴും നിലവിൽ വരുമ്പോഴും ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. ഈ 52ാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. കൂറുമാറ്റ നിരോധന നിയമമാണ് 52ാം ഭരണഘടനാ ഭേദഗതി. അത് പ്രതിപാദിക്കുന്ന വിഷയം അംഗീകരിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. അത് നിലവിൽ വരുമ്പോഴുള്ള അത് ഭേദഗതി പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. 52ാം ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം 1985 ആണ്. പലതവണ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ 4 എണ്ണവും. എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാടുമല്ലോ, മറുകണ്ഠം ചാടിയിട്ട്. അതിന് ആ കൂറുമാറുന്നത് തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ ഇനി പാർട്ടി നിർദ്ദേശങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയോ ഉപേക്ഷിക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്. റീസെൻ്റ് പൊളിറ്റിക്സിൽ കാണുന്നതല്ലേ കുതിരക്കച്ചവടം, ചാക്ക് രാഷ്ട്രീയം, അതൊക്കെ തന്നെ സംഭവം. 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായും മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയും ആർട്ടിക്കിൾ 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയും. ഈ കൂറുമാറ്റ നിരോധന പ്രകാരം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ച ഒരു അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. അത് നിയമസഭയാണെങ്കിലും ശരി, പാർലമെൻ്റ് ആണെങ്കിലും ശരി. പിന്നെ മന്ത്രിപദം രാജിവെക്കേണ്ടി വരും കൂറുമാറ്റ നിരോധനം പെട്ടുപോയി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള കാര്യം. ഈ 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 10ാം പട്ടിക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 10ാം പട്ടിക പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അതും ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 7 അല്ല, അത് തെറ്റാണ്. അപ്പോൾ എയും ബിയും ഓപ്ഷൻ എ ആണ് ശരി. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്, 7 അല്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്ന് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ വെച്ചാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ
ആൻസർ JB കൃപലാനി. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക മുസ്ലിം വനിത ബീഗം ഐസ്വാസ് റസൂൽ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഒരു വഴിക്ക് പോകുന്നില്ലേ, ഈ 2 ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ 17 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. അത് പാർട്ടീഷൻ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15 ചുരുങ്ങി. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന എന്താ? 1988 സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ആ ഒന്നാമത്തതിൽ 1988 കയറി വന്നപ്പോൾ തെറ്റിപ്പോയി. ഇപ്പോൾ 1 ക്യാൻസൽഡ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, അത് ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവി അംഗമായിരുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി, അതും ശരിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായിരുന്നു. ഇനി അന്തരിച്ചത് 2023 നവംബർ 22, അത് തെറ്റാണ്. അപ്പോൾ 1ഉം 4ഉം തെറ്റാണ്, 2ഉം 3ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഇട്ടത് ആരായാലും ഈ ആൻസർ പിള്ളേർ ശരിയാക്കരുതെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇട്ടതാണ്. 2023 നവംബർ 23 കണ്ടാണ് അന്തരിച്ചത്. ഈ ഡേറ്റൊക്കെ ആരോർത്തിരിക്കാനാ കറക്റ്റായിട്ട് മരിച്ചത്. പിന്നെ 1989 കണ്ടാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആയത്. ഇതിപ്പോൾ LDCക്ക് വന്നാലും വളരെ കുറച്ച് പേരെ എഴുതത്തുള്ളൂ ഈ ആൻസർ. അല്ലെങ്കിൽ പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ നോക്കി കുത്തലേ നടക്കത്തുള്ളൂ. കാരണം അതിനകത്ത് ഓപ്ഷൻ നോക്കിയേ, 1ൻ്റെ കൂടെ 2ആണ് ഓപ്ഷൻ എ. അപ്പം നിൽക്കത്തില്ല, കാരണം നമുക്കറിയാം കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ലോജിക്ക് വെച്ച് ഇത് ആൻസർ കറക്റ്റാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഭരണഘടന എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് GK ബാക്കി പോർഷൻസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.